മച്ചാനെ സംഭവം കിടക്കാച്ച് മോനെ ഒരു രക്ഷയില്ല. ഭീമ് വാറ് മജാന്ന് പറഞ്ഞാ ഇമ്മാതിരി മജ. ഞാൻ ആകെ 4-5 ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സംഭവം കിടക്കാച്ച്. BJP അവർ കാലുകുത്തിയ മണ്ണിലെല്ലാം കൃത്യമായി തന്നെ അവർ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കിയിരുന്നു. കാലുകുത്താൻ പറ്റാത്തിടങ്ങളിൽ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ അവർ അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോഴിതാ BJP അവരുടെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. 99% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ശാന്തസുന്ദരമായ ഭൂപ്രകൃതിയുള്ള ലക്ഷദ്വീപാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ഏറ്റവും സമാധാനം നിറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ഇക്കഴിഞ്ഞ 2020 ഡിസംബർ 5 വരെ ലക്ഷദ്വീപ്. എന്നാൽ ഇപ്പോൾ ലക്ഷദ്വീപിന്റെ ആ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് ജനതയുടെ പരമ്പരാഗത ജീവിതത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിയമപരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് ഇന്ന് ആ മണ്ണിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ BJP ലക്ഷദ്വീപിലേക്ക് അയച്ചത് ദേശീയ മുസ്ലിം എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന അബ്ദുള്ള കുട്ടിയായിരുന്നു. 2020 നവംബറിലാണ് AP അബ്ദുള്ള കുട്ടിക്ക് ലക്ഷദ്വീപിന്റെ ചുമതല BJP കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അബ്ദുള്ള കുട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു അബ്ദുള്ള കുട്ടിക്ക് കേന്ദ്ര നേതൃത്വം ലക്ഷദ്വീപിന്റെ ചുമതല നൽകിയിരുന്നത്. മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിനടക്കം അബ്ദുള്ള കുട്ടി ലക്ഷദ്വീപിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ലക്ഷദ്വീപിനെ സ്വാധീനിക്കാൻ കഴിയാത്തതോടെ മോദി തന്റെ വിശ്വസ്തനെ തന്നെ കളത്തിലിറക്കിയിരിക്കുകയാണ് ലക്ഷദ്വീപിൽ, അതും BJPയുടെ അജണ്ട നടപ്പിലാക്കാനായി. BJP അവരുടെ അജണ്ടകൾ എങ്ങനെയാണ് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നല്ലേ വാർത്ത കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലക്ഷദ്വീപിലെ മുൻ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ദിനേശ്വർ ശർമ്മ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി മരണപ്പെട്ടതോടെയാണ് ദ്വീപിലെ സ്ഥിതിഗതികൾ മാറിമറിയുന്നത്. ദിനേശ്വർ ശർമ്മയ്ക്ക് പകരം വന്നത് മോദിയുടെ വിശ്വസ്തനായ പ്രഫുൽ K പട്ടേലാണ്. 2020 ഡിസംബർ 5-നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ പട്ടേൽ ചുമതലയേറ്റത്. അന്നു മുതൽ തുടങ്ങി ദ്വീപിന് കാവി നിറം നൽകാൻ. നേരത്തെ തന്നെ നിരവധി വിവാദങ്ങളിൽ ഇടം പിടിച്ച മോദിയുടെ കടുത്ത ഭക്തനും മുൻ ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടിയാണ് പ്രഫുൽ K പട്ടേൽ. പ്രഫുൽ പട്ടേൽ ആദ്യമായി ലക്ഷദ്വീപിലെത്തിയത് പോലും ദ്വീപ് ജനത അന്നോളം കാത്തു സൂക്ഷിച്ചിരുന്ന കോവിഡ് പ്രോട്ടോകോളും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു. രാജ്യം മുഴുവൻ കോവിഡ് വ്യാപനം സംഭവിച്ചപ്പോഴും ഒരൊറ്റ കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. ഒരു വർഷത്തോളം ഒരൊറ്റ കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്ഥിതിയിൽ ലക്ഷദ്വീപിന് നിലനിൽക്കാനായത് കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചതുകൊണ്ടായിരുന്നു. എന്നാൽ ആ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് പുതിയ അഡ്മിനിസ്ട്രേറ്ററും സംഘവും ദ്വീപിലെത്തി. അതിനുശേഷമായിരുന്നു ലക്ഷദ്വീപിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും മരണങ്ങൾ വരെ സംഭവിച്ചതും. ആദ്യമായി ദ്വീപിലെത്തിയ പ്രഫുൽ പട്ടേൽ അവിടെ കണ്ടത് ദ്വീപിലെ ജനങ്ങൾ പൗരത്വ സമരകാലത്ത് സ്ഥാപിച്ച മോദിക്കെതിരായ NRC CAA വിരുദ്ധ ബോർഡുകളായിരുന്നു. ഉടൻ തന്നെ പ്രഫുൽ പട്ടേൽ ആ ബോർഡുകൾ സ്ഥാപിച്ചവരെ അറസ്റ്റ് ചെയ്തു. തീർന്നില്ല, മോഷണം, അടിപിടി, അക്രമം, കൊലപാതകം തുടങ്ങി യാതൊരുവിധ കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇന്ത്യയിലെ ഏക പ്രദേശമെന്ന് വിളിക്കാൻ സാധിക്കുന്ന സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. അതിനാൽ തന്നെ ദ്വീപിലെ ഒഴിഞ്ഞുകിടക്കുന്ന ജയിലുകളും ക്രിമിനൽ കേസുകളൊന്നുമില്ലാത്ത പോലീസ് സ്റ്റേഷനും സഞ്ചാരികൾക്ക് ഏറെ കൗതുകം നൽകുന്ന ഒന്നാണ്. അത്തരമൊരിടത്ത് അഡ്മിനിസ്ട്രേറ്ററായി വന്ന പ്രഫുൽ പട്ടേൽ ആദ്യമായി നടപ്പിലാക്കിയത് ദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പിലാക്കുക എന്നതായിരുന്നു. കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ഗുണ്ട ആക്ട് പ്രകാരം പ്രതിരോധിക്കുക എന്നത് തന്നെയായിരുന്നു പ്രഫുൽ പട്ടേൽ ലക്ഷ്യമിടുന്നത്. അതായത് മോദിയെ വിമർശിക്കുന്നവരെ അടിച്ചമർത്തുക എന്നത് തന്നെയായിരുന്നു പ്രഫുൽ പട്ടേലിന്റെ ലക്ഷ്യം. പശുരാഷ്ട്രീയവും ലക്ഷദ്വീപിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ മറന്നില്ല പ്രഫുൽ പട്ടേൽ. അതിന്റെ ആദ്യഘട്ടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യമെനുവിൽ നിന്ന് മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു. കൂടാതെ ഗോവധ നിരോധനം പ്രഫുൽ പട്ടേൽ ദ്വീപിൽ നടപ്പിലാക്കി. പശുക്കളെ കശാപ്പ് ചെയ്യുന്നത് വർഷങ്ങൾ നീണ്ട തടവ് ശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റമായി പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് പ്രഫുൽ പട്ടേൽ നടത്തിയത്. മറ്റു മൃഗങ്ങളെ കശാപ്പ് ചെയ്യണമെങ്കിലും അധികൃതരുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശവും പ്രഫുൽ പട്ടേൽ മുന്നോട്ട് വെച്ചു. മാംസാഹാരം ഭക്ഷ്യശീലങ്ങളുടെ ഭാഗമായിട്ടുള്ള മുസ്ലിങ്ങൾ 99% ഒരു പ്രദേശത്ത് മാംസ നിരോധന നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് പ്രഫുൽ പട്ടേൽ. കൂടാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് 2-ൽ കൂടുതൽ കുട്ടികൾ
ഉണ്ടാകരുതെന്ന കരട് നിയമവും പ്രഫുൽ പട്ടേൽ കൊണ്ടുവന്നു. തീർന്നില്ല, തീരസംരക്ഷണ നിയമത്തിന്റെ മറവിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവോപാധികളും ഷെഡുകളും പൊളിച്ചു നീക്കി. ടൂറിസം വകുപ്പിൽ നിന്ന് 190 പേരെ പിരിച്ചുവിട്ടു. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നവരെയും പുറത്താക്കി. ദ്വീപിലെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. അംഗനവാടികൾ അടച്ചുപൂട്ടി. ടൂറിസത്തിന്റെ മറവിൽ മദ്യശാലകൾ തുറന്നു. അങ്ങനെ നീളുന്നു മോദിയുടെ ഉറ്റ സുഹൃത്തിന്റെ നിയമവ്യവസ്ഥകൾ. ഏതായാലും ലക്ഷദ്വീപ് പോലുള്ള 99% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ശാന്തസുന്ദരമായ ലക്ഷദ്വീപ് എന്ന പ്രദേശത്ത് BJP അവരുടെ അജണ്ട നടപ്പിലാക്കാൻ തന്നെ ഉറച്ചു തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.